നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സവോളയൊക്കെ വളരെ വേഗത്തിൽ തന്നെ വഴണ്ട് വരാൻ വേണ്ടി നമ്മളതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരും. ചോളമൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചതിന് ശേഷം എപ്പോഴും അതിൻ്റെ നാരൊക്കെ നമ്മൾ കളയാറാണ് പതിവ്, ശരിയല്ലേ? ഈ ചോളത്തിൻ്റെ നാര് വെറും ഒരു വേസ്റ്റ് അല്ല കേട്ടോ, ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണിത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൂത്രനാളിയിലെ അണുബാധയെ തടയാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ചോളത്തിൻ്റെ നാര് മൂത്രനാളിയെ ശാന്തമാക്കാനും അണുബാധ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ഇത് മൂത്രവിസർജനം സുഗമമാക്കാനും അതുവഴി ബാക്ടീരിയകൾ പുറന്തള്ളാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ചോളമൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ നാര് നന്നായിട്ട് കഴുകി ഉണക്കി ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അമിതമായി യൂറിക് ആസിഡ് അടിയുന്നത് തടയാനൊക്കെ ഇതിന് കഴിവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ വൃക്കയിൽ കല്ലുണ്ടാവുന്നുണ്ട്, കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകുന്നത്, അതൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായ വെള്ളവും ഉപ്പും മൂത്രം വഴി പുറന്തള്ളാനും ഇത് സഹായിക്കും കേട്ടോ. ഇത് സ്വാഭാവികമായും നമുക്കില്ല രക്തസമ്മർദ്ദമൊക്കെ ഉള്ളത് കുറയ്ക്കാനൊക്കെ സഹായകമാണ് കേട്ടോ. നമ്മൾ ഇത് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നൽ കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ചോളത്തിൻ്റെ നാരിന് കഴിവുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നീർവീക്കവും വേദനയൊക്കെ കുറയ്ക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. വാതരോഗങ്ങളുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇതിട്ടിട്ട് വെള്ളം കുടിക്കുന്നത്. ഇതൊക്കെ പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർന്നത് തടയാൻ ചോളത്തിൻ്റെ നാര് നമുക്ക് ചായയൊക്കെ ആക്കി കുടിക്കുന്നത് വളരെ ഇതിട്ടിട്ട് ചായ തിളപ്പിക്കാൻ വളരെ എളുപ്പമാണ്. 2 ഗ്ലാസ് വെള്ളം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ നാര് വിട്ട് തിളപ്പിച്ച് ശേഷം നമ്മൾ കുറച്ച് തേനും നാരങ്ങാനീരും ഒഴിച്ചിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ്. ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരേപോലെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മളൊക്കെ ഈ കഞ്ഞിവെള്ളം ഇടയ്ക്കൊന്ന് കുടിക്കാനോ അല്ലെങ്കിൽ തുണി മുക്കാനോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് കൂടുതലായിട്ടും. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്ന ഈ പാടയുണ്ടല്ലോ, നല്ലൊരു മാസ്കാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാനും നമ്മളുടെ മുഖത്തെ ടാനൊക്കെ മാറാനും ഒക്കെയുള്ള നല്ലൊരു മാസ്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? അതുപോലെ തന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നമ്മളുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കമൊക്കെ ലഭിക്കാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മുടി കഴുകാൻ നമ്മൾ തലേ ദിവസം ഈ കഞ്ഞിവെള്ളം എടുത്ത് പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മുടി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബലവും മിനുസവും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കരുത്തുള്ളതും ഒക്കെ ആവാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമ്മൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തിട്ട് അത് തല കഴുകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം. അതുപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ തന്നെ ഊർജ്ജം ലഭിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വയറിളക്കവും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ ദഹന പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഈ പല്ലികളെ കൊണ്ട് നമുക്ക് വലിയ ശല്യമാണ് അല്ലേ മിക്ക വീടുകളിലും. ഈ പല്ലിയെ തുരത്താൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ മുട്ടത്തോടാണ് കേട്ടോ. ഈ മുട്ടത്തോടിൻ്റെ മണം ഈ പല്ലികൾക്ക് ഇഷ്ടമില്ലാത്തതും മുട്ടത്തോട് നമ്മൾ കഴുകി വൃത്തിയായതിന് ശേഷം പല്ലികൾ കൂടുതലായിട്ട് കാണുന്ന സൈഡിലൊക്കെ നമ്മൾ മുട്ടത്തോട് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലികളുടെ ശല്യം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പല്ലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ കെട്ടിത്തൂക്കിയിടുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ മണം പല്ലികൾക്ക് വലിയ ഇഷ്ടമുള്ളതല്ല, അതുകൊണ്ടിട്ട് അതിനെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ തുണിയിൽ മുക്കുന്ന കംഫോർട്ട് ഒരു ബോട്ടിലാക്കി നമ്മൾ സ്പ്രേ നമ്മൾ പല്ലി കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്താൽ പല്ലിയെ കൊണ്ടുള്ള ശല്യം പോവും കേട്ടോ. ഈ കംഫോർട്ട് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് തുണിയിൽ മുക്കുക മാത്രമല്ല, നമ്മൾ വീട്ടിൽ കർട്ടനുകളിലൊക്കെ നമ്മൾ ഇതൊരു കംഫോർട്ട് ഒരു ബോട്ടിൽ സ്പ്രേ ബോട്ടിലാക്കി കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കർട്ടനുകളിലൊക്കെ നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം നമുക്ക് 2-3 ദിവസം വരെ നമുക്ക് നിൽക്കും കേട്ടോ. അപ്പം നമ്മളുടെ മുറിയിലൊക്കെ നന്നായിട്ട് നല്ലൊരു ഫ്രഷ്നെസ് തോന്നും കേട്ടോ. അതുപോലെ നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ബാത്റൂമിൽ ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് ഉപ്പെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നമ്മളുടെ ഈ കംഫോർട്ട് ഒഴിച്ചു കൊടുത്താൽ ഒരാഴ്ചയോളം അതിൻ്റെ സ്മെല്ല് നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാവും.
അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനൊക്കെ നല്ല ടാനൊക്കെ പോയി നല്ല കളറ് വരാനൊക്കെ നമുക്ക് ഇവിടെ ഒരു പായ്ക്ക് തയ്യാറാക്കാം. അതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ഇവിടെ കുറച്ച് ചായ തിളപ്പിച്ച വെള്ളവും അതുപോലെ നമ്മൾ ചായയുടെ ആ ചണ്ടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, അത് കളയരുതേ. എന്നിട്ട് നമ്മൾ വെള്ളം ഒന്ന് അരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ, തരിയോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കൊണ്ടിട്ട് നമ്മൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അരിപ്പൊടിയും ഈ നാരങ്ങാനീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ തേയിലയുടെ ചണ്ടി ഉണ്ടല്ലോ, ആ ചണ്ടിയും കൂടെ വെച്ചിട്ട് ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പൊടിയും നാരങ്ങാനീരൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചണ്ടി ഇട്ട് കൊടുക്കുന്നത്. ആ നമ്മുടെ തേയില ചണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിട്ടിട്ട് നമ്മുടെ കൈയിലോ അല്ലെങ്കിൽ പെടലിയിലോ നമ്മുടെ ഫുൾ ബോഡി ആണെങ്കിൽ നമ്മളൊരു സ്ക്രബ് പോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം ഒരു 10 മിനിറ്റോളം. അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാകും. നമ്മളുടെ ഇപ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും നമുക്ക് ഫേസിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിതൊരു സ്ക്രബായിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ശരീരം ഫുള്ള് ഇതിട്ടിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ല, നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനും നമ്മളുടെ ആ ഡ്രൈ സ്കിന്നൊക്കെ പോയി നമുക്ക് കുറച്ച് കളറും ഗ്ലോയും ഒക്കെ വരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് വലിയ കാശുമുറക്കൊന്നും ഇല്ലാത്ത കാര്യമില്ല. നമ്മൾ ഇത്തിരി ചായ ഇടുന്ന സമയത്ത് കുറച്ച് തേയിലയുടെ വെള്ളം എടുത്ത് മാറ്റി വെക്കുക, നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്ത് മിക്സ് ചെയ്യുക, അതുപോലെ തന്നെ ചണ്ടി എടുത്തിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളും ഇല്ല. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, കളറും വരും, ടാനൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല വ്യത്യാസം. ഇപ്പോൾ ഏകദേശം ഞാൻ 2 മിനിറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊന്ന് തൂത്ത് മാറ്റുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ആ ടാനും കാര്യങ്ങളൊക്കെ പോയി ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം വെക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമുക്ക് ഉപ്പൂറ്റി വേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു ഇതുപോലൊരു സവോള ചെത്തിയെടുത്തിട്ട് നമുക്ക് ഉപ്പൂറ്റിയുടെ അടി വെച്ചിട്ട് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ഷോക്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്താൽ നമ്മളുടെ ഉപ്പൂറ്റി വേദനയൊക്കെ മാറും കേട്ടോ. അതേപോലെ നമുക്ക് കാല് വേദന, കൈവേദന, പെടൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊരു ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ മസാജ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേദനയൊക്കെ കുറയും കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിലും അതിൻ്റെ പുറവും ഉൾഭാഗവും ഒക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയും വേദനകളൊക്കെ വളരെ വേഗത്തിൽ മാറുകയും ചെയ്യും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ നാരങ്ങാത്തൊലി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയാതെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് നമ്മുടെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൽ ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കൊക്കെ വെളുക്കാനും പിച്ചള പാത്രങ്ങൾ വെളുക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ കുറച്ച് ഉപ്പൊക്കെ കൂട്ടി നമ്മുടെ കാലുകളിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കാലിലെ ഡ്രൈ സ്കിന്നൊക്കെ മാറി നമ്മുടെ കാലിൽ ടാനൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നാരങ്ങാത്തൊലി ഉണക്കി പൊടിച്ച് നമ്മുടെ മുഖത്ത് തേനിലോ പാലിലോ ചാലിച്ച് തേച്ച മൂക്കുരുമൊക്കെ മാറും കേട്ടോ. അതേപോലെ നമ്മൾ ചന്ദനത്തിരിയൊക്കെ നമ്മൾ ഓരോ ചന്ദനത്തിരി നമ്മൾ അലമാരിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒന്നും മാറത്തില്ല. ഇങ്ങനെ തുറന്ന് ഓരോ ചന്ദനത്തിരി പ്രാണികളും പല്ലുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണം കൊണ്ടിട്ട് പ്രാണികളൊന്നും വരത്തില്ല. അതുപോലെ നമ്മുടെ തുണിയിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. അതേപോലെ മിച്ചം ചോറ് വരുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ചൂറ്റാതെ നമ്മൾ ഇതേ രീതിയിൽ ഇഡ്ലിച്ചെമ്പിലിട്ട് ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജോലി വളരെ എളുപ്പമാവും കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ചോറ് പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ കഴുകുന്ന സമയത്ത് മത്തിക്കൊക്കെ വല്ലാത്ത ഉളുമ്പ് മണമല്ലേ, ആ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ട് അതിട്ടിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ ഭയങ്കര നന്നായിട്ട് ക്ലീൻ ആവും. ആ ഒരു തുള്ളി ഉളുമ്പ് മണം ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ മത്തിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അതേപോലെ നമ്മൾ മീനൊക്കെ വറക്കുന്ന സമയത്ത് അരിപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൂടി നിൽക്കുന്ന മസാലയോട് കൂടിയിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ മീനിൽ നിന്ന് നമുക്കില്ലേ നല്ലൊരു മണവും അതുപോലെ നല്ലൊരു രുചിയും കിട്ടാൻ വേണ്ടി നമ്മൾ മീൻ വറക്കുന്നതിന് മുമ്പ് ആ എണ്ണയ്ക്കകത്ത് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചും കൂടെ ഇട്ടതിന് ശേഷം മീൻ പൊരിച്ചെടുത്താൽ നല്ലൊരു പ്രത്യേക മണവും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ മീനൊക്കെ ചിലപ്പോൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പാത്രങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനും പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഏറെയാണ് കേട്ടോ. അതേപോലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അല്പം പഞ്ചസാരയും അതുപോലെ തന്നെ എണ്ണയും ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുത്താൽ ഇതേ രീതിയിൽ നല്ല ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.
അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.